അമേരിക്കൻ ആക്രമണങ്ങളിൽ പ്രതികാരവുമായി ഇറാൻ. ബഹ്റൈന് നേരെയും കുവൈറ്റിന് നേരെയും മിസൈൽ വർഷം. യുഎസിന്റെ 5ാം കപ്പൽപ്പടയെയും വിവിധ വ്യോമത്താവളങ്ങളെയും ലക്ഷ്യം വെച്ചു. ആകെ 85 കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നാണ് IRGC അവകാശപ്പെടുന്നത്. ഭീഷണിയുടെയും പിടിച്ചുപറിയുടെയും കാലം കഴിഞ്ഞു. ഇനി കീഴടങ്ങില്ല എന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ MB ഖാലിബാഫ് പ്രതികരിച്ചു. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് US ഇറാനിലേക്ക് ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. 80ഓളം കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചു എന്നായിരുന്നു US സെൻട്രൽ കമാൻഡിന്റെ വിശദീകരണം. വാർത്തയുടെ വിശദാംശങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നുണ്ട്. അജയ്, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വൈകാരികമായ ഒരു യാത്രയയപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാരം. അതിനിടയിലും അമേരിക്ക ആക്രമണം തുടരുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഇറാൻ അത് മുൻകൂട്ടി കണ്ടിട്ടുമുണ്ടാകും അത്തരം ആക്രമണ സാധ്യതകൾ. അങ്ങനെയുള്ള ഒരു ഏറ്റുമുട്ടൽ ഇപ്പോൾ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അമേരിക്ക ആക്രമിക്കുന്നു, അതിനെ ഇറാൻ തിരിച്ചടിക്കുന്നു. അതോടൊപ്പം തന്നെ നേതാക്കളുടെ വാക്പോരും തുടരുകയാണല്ലോ. അഭിലാഷ്, ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തി എന്നാരോപിച്ചുകൊണ്ടാണ് US ഇന്ന് പുലർച്ചെ ഇറാനിലെ വിവിധ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായിട്ടുള്ള ആക്രമണം നടന്നത്. ഇത് നമ്മൾ അതിൻ്റെ വിശദാംശങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറാനിലെ സിർക്ക്, അതുപോലെ ബന്ദർ അബ്ബാസ് എന്നീ നഗരങ്ങളെ പ്രധാനമായിട്ടും അമേരിക്ക ലക്ഷ്യം വെച്ചിരുന്നു. അതുപോലെ ഖേഷൻ ദ്വീപിലും ശക്തമായിട്ടുള്ള ആക്രമണം നടത്തി. ഇതിൽ സിറിക്കിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇവരെ മിനാബ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതുപോലെ തന്നെ IRIBയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം US പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത് ജനവാസ മേഖലകളെയായിരുന്നു. എന്നാൽ US സെൻട്രൽ കമാൻഡിന്റെ വിശദീകരണം ഇറാന്റെ മിസൈൽ നിർമ്മാണശാലകൾ, അതുപോലെ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇവയൊക്കെയാണ് ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയതെന്നാണ്. 80 കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുവെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയ ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെയും മറ്റൊരു എണ്ണ കപ്പലിന് നേരെയും ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന്റെ ഉത്തരവാദിത്വമൊന്നും ഇറാൻ ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ ഇത് ഇറാനാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു USന്റെ ശക്തമായിട്ടുള്ള ആക്രമണം നടന്നത്. അതിന് അതേ ഭാഷയിൽ തന്നെ ഇറാൻ നിലവിൽ പ്രതികരണവും കൂടി നടത്തിയിരിക്കുകയാണ്. ഗൾഫ് മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറാൻ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയത്. ബഹ്റൈനെയും കുവൈറ്റിനെയുമായിരുന്നു പ്രധാനമായിട്ടും ഇറാൻ ലക്ഷ്യമിട്ടിരുന്നത്. അവിടെ മുന്നറിയിപ്പ് സൈറനുകളും തുടർച്ചയായിട്ട് മുഴങ്ങിക്കൊണ്ടിരുന്നു. ബഹ്റൈനിൽ 2 ഘട്ട ആക്രമണവും ഇറാൻ നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ IRGC പുറത്തുവിട്ടിട്ടുള്ള ഒരു പ്രസ്താവന പ്രകാരം USന്റെ 85ഓളം കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുവെന്നാണ്. അതായത് അതിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്ന ചില മേഖലകളായിട്ട് നമുക്ക് സ്ഥിരീകരിക്കാനാകുന്നത് USന്റെ 5ാം കപ്പൽപ്പട, ബഹ്റൈനിൽ സ്ഥിതി ചെയ്യുന്ന USന്റെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തെ ഇറാൻ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിരുന്നു. അതുപോലെ കുവൈറ്റിലുള്ള അലി അൽ സലീം എന്ന് പറയുന്ന ഒരു എയർബേസിനെയും ഇറാൻ ലക്ഷ്യം വെച്ചു. അതുപോലെ ബഹ്റൈനിൽ തന്നെയുള്ള ഷെയ്ഖ് ഇസ എന്ന് പറയുന്ന USന്റെ മറ്റൊരു എയർബേസ്. ഈ 3 കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു പ്രധാന ആക്രമണം. മറ്റ് 85 കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുവെന്നും ഇറാൻ നിലവിൽ അവകാശപ്പെടുന്നുണ്ട്. അതിനിടെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് നിലവിൽ രംഗത്ത് വരുന്നത് US ഏതാണ്ട് 14 ധാരണാപത്രങ്ങളിലെ 5 വ്യവസ്ഥകളുടെ നഗ്നമായ ലംഘനം നടത്തി എന്നാണ്. അദ്ദേഹം പറയുന്നത് പിടിച്ചുപറിയുടെയും അതുപോലെ ഭീഷണിയുടെയും കാലഘട്ടം കഴിഞ്ഞു, ഇനി ഇറാൻ ഒരിക്കലും കീഴടങ്ങില്ല എന്നാണ്. അതുപോലെ US ലംഘിച്ച 5 വ്യവസ്ഥകൾ അദ്ദേഹം തൻ്റെ എക്സ് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ: ഹോർമൂസ് കടലിടുക്കിലുള്ള ഇറാന്റെ ക്രമീകരണങ്ങൾ US ലംഘിച്ചു. അതുപോലെ വീണ്ടും ആക്രമണം നടത്തും എന്നുള്ള ഭീഷണി മുഴക്കി. ഇറാന് മേലുള്ള എണ്ണ ഉപരോധങ്ങൾ അവസാനിപ്പിച്ചുമില്ല. തെക്കൻ ഇറാനിൽ ഇപ്പോഴും സയനിസ്റ്റ് ശക്തികൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ലെബനനിലും ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു. ഇവയെല്ലാമാണ് കരാർ ലംഘനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് MB ഖാലിബാഫ് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. അഭിലാഷ് സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഇറാന്റെ മുൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ നിലവിൽ ഇറാഖിലാണ് പുരോഗമിക്കുന്നത്. ഇറാഖിലെ നജാഫ് എന്ന നഗരത്തിലാണ് നിലവിൽ ഒരു വിലാപയാത്ര നടക്കുന്നത്. എന്നാൽ ഈ വിലാപയാത്ര ചടങ്ങുകൾക്കിടെ ഇറാന്റെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ ചടങ്ങുകൾ പാതി വഴിയിൽ നിർത്തി തിരിച്ച് ടെഹ്റാനിലേക്ക് വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ അടിയന്തര സാഹചര്യത്തിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം
തിരിച്ച് ടെഹ്റാനിലെത്തിയത്. അതുപോലെ അമേരിക്ക ഈ ആക്രമണങ്ങൾക്ക് പുറമെ ഇറാനെതിരെ മറ്റൊരു നടപടി കൂടി എടുത്തിട്ടുണ്ട്. അതായത് ഇറാന്റെ എണ്ണയുടെ വിനിമയത്തിന്മേൽ US ഏർപ്പെടുത്തിയിരുന്ന ഉപരോധത്തിന് 60 ദിവസത്തെ ഒരു ഫ്രീസിംഗ് അവർ കൊണ്ടുവന്നിരുന്നു. എന്നാൽ നിലവിൽ വീണ്ടും ഈ ഇറാൻ എണ്ണയ്ക്ക് മേൽ ഉപരോധം കൽപ്പിക്കുന്നതായിട്ട് US പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു വാണിജ്യ മേഖലയിൽ കൂടി ഇറാന് തിരിച്ചടി നൽകാനാണ് US-ന്റെ ഒരു പുതിയ നീക്കമെന്ന് പറയുന്നത്. സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിക്ക് വൈകാരികമാകുന്ന തരത്തിലുള്ള ഒരു വിടവാങ്ങൽ യാത്രയയപ്പ് നൽകുന്നതിന് ഇടയിലും ഇറാനുമേൽ ആക്രമണം അമേരിക്ക നടത്തുകയും അമേരിക്കയ്ക്ക് അതിൽ ഇറാൻ തിരിച്ചടി നൽകുകയും ചെയ്യുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. പശ്ചിമേഷ്യ ശാന്തമാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിലും ഇതുപോലുള്ള ഏറ്റുമുട്ടലുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിൻ്റെ വില ഇപ്പോഴും താഴ്ന്നു നിൽക്കുന്നു എന്നതാണ് ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസമുണ്ടാകുന്ന ഒന്ന്.